പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ദുആ ചെയ്ത ആ ദുആ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വബല്ലിഗ്നാ റമളാൻ എന്ന് വളരെ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം എന്ന് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിലേ നമ്മൾ പറയാറുണ്ട്. എങ്കിലും അല്ലാഹുവിൻ്റെ ഖദാ എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. വെറുതെ പരിശുദ്ധ റമളാനിൽ നമ്മൾ എത്തിയതുകൊണ്ട് നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞോളണം എന്നുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു പ്രിയപ്പെട്ട ഹാഫിൽ മസ്ഊദ് സഖാഫി. അല്ലാഹു അവരുടെ ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. അവിടുന്ന് ഈ ലോകത്തേക്ക് ജനലക്ഷങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകിയ ഇൽമിന്റെ ബറക്കത്ത്, അതിൻ്റെ സന്തോഷം അല്ലാഹു ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരു ക്ഷീണവുമില്ലാതെ, ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുക പോലും ചെയ്യാതെ, അന്നേ ദിവസം വരെ പരിപാടികൾ ഏറ്റു. പരിശുദ്ധ റമളാനിലൊക്കെ ഫുള്ള് ബുക്കിംഗ് ആയിരിക്കുന്നു പ്രിയപ്പെട്ട ഉസ്താദിന്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖദാ അതൊരിക്കലും നമുക്ക് തടുക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറുപ്പക്കാരനായ ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ നേരിട്ട് കാണാത്ത പലരും യൂട്യൂബിലൂടെയും മറ്റൊക്കെ ഉസ്താദിന്റെ പ്രഭാഷണം കേട്ട് ഒരുപാട് ജീവിതത്തിൽ അമലുകൾ ചെയ്തവർ കരഞ്ഞ് ആ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്ലുഹാ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. നമ്മുടെ അവധി എത്തിയാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് അല്ലാഹു തആല അത് പിന്തിപ്പിച്ചു തരൂല. മുഅ്മിനായ മനുഷ്യന്റെ അടുക്കൽ അസ്രായിൽ അലൈഹിസ്സലാം വരുമ്പോ അസ്രായിലിനോട് മുഅ്മിനായ മനുഷ്യൻ പറയും, എന്നെ വേഗം കൊണ്ടുപോയിക്കോളി, കാരണം എന്നെ അല്ലാഹുവിലേക്ക് പെട്ടെന്ന് നിങ്ങൾ അടുപ്പിക്കണം എന്ന പറച്ചിലായിരിക്കും ഒരു സത്യവിശ്വാസി പറയുക. എന്നാൽ സത്യവിശ്വാസികളല്ലാത്ത, മുഅ്മിനല്ലാത്ത ആളുകൾ പറയും, ഒരു സെക്കൻഡ് എന്നൊന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചാൽ ഞാൻ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യാം, സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞാൻ പെടാം എന്ന് ആഗ്രഹം പറയും. പക്ഷെ നടക്കൂല. അള്ളാഹു മരിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധ റമളാനാകുമ്പോൾ ഒരു വിശ്വാസി അവന്റെ ഹൃദയവും അവന്റെ മനസ്സും ശരീരവും എല്ലാം പാകപ്പെടുത്തി ഉഷാറാക്കണം. ഇപ്പൊ നമ്മൾ വീടിന്റെ പെയിന്റ് അടിക്കുകയാണെങ്കിൽ, ഗ്രില്ല് പെയിന്റ് അടിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നേരെ പെയിന്റ് അടിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊളിഞ്ഞുകൊണ്ട് പോരും. അങ്ങനല്ല മിസ്സ? പിന്നെ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊന്ന് വരുത്തണം, അതിമത് തുരുമ്പൊക്കെ പോക്കി അങ്ങനെയൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം പെയിന്റ് അടിച്ചാൽ കുറേ കാലം നിൽക്കും. നമ്മളെ നാട്ടിലൊക്കെ പെയിന്റ് അടിച്ചാൽ അങ്ങനെ, ഇവിടെ അങ്ങനെ തന്നെയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെ തന്നെ അല്ലേ? അൽഹംദുലില്ലാ. അപ്പോ നമ്മൾ ഇതൊന്നും വരുതൂല. നമ്മളെ ശരീരത്തോട് നമ്മളെ ശരീരത്തെ നമ്മൾ ക്ലിയർ ചെയ്യാതെ നോമ്പാണ്ടാവുമ്പോ നമ്മൾ ഒരുപാട് നോമ്പൊക്കെ നോറ്റ്, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ, നോമ്പ് കഴിഞ്ഞാല് പള്ളി ഉണ്ടാവില്ല. അതാ അതിന്റെ പ്രത്യേകത. കാരണം പരിശുദ്ധ റമളാനായാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ പരിശുദ്ധ റമളാൻ നിങ്ങൾക്കൊരു തണലാണ്, നിങ്ങൾക്കുള്ളൊരു തണലാണ്. തണല് കിട്ടുമ്പോൾ ഒരാൾക്ക് നല്ലൊരു സുഖാണ്. കാരണം ഏതൊരു പ്രശ്നത്തിനും നമുക്ക് താങ്ങും തണലും ഉണ്ടെങ്കിൽ, നമ്മളെ മക്കൾക്ക് വാപ്പ ചെറിയ മക്കളാകുമ്പോൾ ആ മക്കൾക്കുള്ളൊരു താങ്ങും തണലുമാണ് മാതാപിതാക്കൾ. എന്നാൽ മാതാപിതാക്കൾക്കുള്ള ഒരു താങ്ങും തണലുമാണ് അവർ പ്രായമാകുമ്പോൾ, മക്കൾ വലുതായി. എന്നാൽ ആ മാതാപിതാക്കൾക്കൊരു താങ്ങും തണലുമാണ് മക്കൾ. ഇന്ന് ആ താങ്ങും തണലുമൊക്കെ തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ തൊട്ടടുത്ത അയൽവാസിയായ ഒരു ഉമ്മയെ മകൻ തലയിലേക്ക് ഗ്യാസും കുറ്റി ഇട്ടിട്ട് തല ചിന്നിച്ചിതറിയിട്ട് ആ ഉമ്മയെ കൊന്നത്. പേരിന് മാനസിക എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലാഹു അലം. നമ്മളെ തൊട്ടടുത്താണ് വയനാട് ഒരു ഉമ്മയെ അറുത്തു കൊന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിൽ 5 ആളുകളെ കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരൻ. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. എന്തുകൊണ്ടാണ് നമ്മളെ മക്കളൊക്കെ വഴിപിഴച്ചു പോകുന്നത്? ഇന്ന് പള്ളി മിമ്പറകളും നമ്മുടെ മദ്രസകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഇന്ന് ഇൽമ് അല്ലെങ്കിൽ ക്ലാസ് വയല് ഇല്ലാത്തത് കൊണ്ടല്ല, ഇതൊക്കെ ഇന്ന് സുലഭമായി നമുക്ക് ലഭിക്കുന്ന സംഗതിയാണ്. രാവിലെ മുതൽ തുടങ്ങും മൊബൈലിൽ ഓൺലൈൻ പരിപാടികൾ. ഉച്ചക്കൊന്നുണ്ട്, വൈകുന്നേരം ഒന്നുണ്ട്, രാത്രി ഉണ്ട്, കിടക്കോളം തന്നെ പരിപാടി. എന്നിട്ട് പോലും നമ്മുടെ മക്കളെ നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാലഘട്ടത്തെ ജീവിക്കുന്ന ഞാനും നിങ്ങളുമാണ് കുറ്റക്കാർ. ആ മക്കളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ രക്ഷിതാക്കളാകുന്ന ഞാനും നിങ്ങളുമായിരിക്കണം. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളെ മക്കളെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ അസ്മാഉൽ ബദറിന്റെ മജ്ലിസിലേക്ക് പോകുമ്പോൾ നമ്മളെ മക്കളെ കൈപിടിച്ചു കൊണ്ടുവരണം. അതെ, ഓനോടിപ്പം എങ്ങനെ പറയാ? നമുക്ക് പേടിയ, മക്കളെ പേടിച്ച് ജീവിക്കുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ടെ. ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കി, മക്കളെ നമ്മൾ പൊന്നുപോലെ നോക്കി. ഞാൻ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വൃദ്ധസദനത്തിൽ പോയ സമയത്ത് അവിടെയുള്ള പ്രായം ചെന്ന ഉമ്മയും ഉപ്പയുമല്ല, ഉമ്മമാരും ഉപ്പമാരും നമ്മളെ കൂട്ടിപ്പിടിച്ച് അവർക്ക് നമ്മളെ കൈ വിടുന്നില്ല. അവർക്ക് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്, അവർക്ക് ഒരുപാട് നമ്മളോട് സല്ലപിക്കാനുണ്ട്. സ്വന്തം മക്കൾ വലിയ വണ്ടിയിൽ വാഹനത്തിൽ വന്ന് വാപ്പാന്റെയും ഉമ്മാന്റെയൊക്കെ ഫീസ് അടച്ചിട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മളെ മക്കളെ ഇതുപോലത്തെ ആത്മീയ മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുപ്പിക്കുകയല്ലാതെ, മക്കൾക്ക് വേണ്ടി സദാസമയങ്ങൾ ദുആ ചെയ്യുകയല്ലാതെ നമുക്കിനി രക്ഷയില്ല. ഒരു സമയം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് തെറ്റ് ചെയ്യാൻ തോന്നുക. അപ്പൊ ഏതൊരു സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യൻ എൻഗേജ് ആയിരിക്കണം. അതിനാണ് നമ്മുടെ സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയൊക്കെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാര്, സാദാത്യങ്ങളൊക്കെ നേതൃത്വം നൽകി നമുക്ക് സംഘടന ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിനാ? സംഘടനക്ക് ഓരോ വർക്കുകൾ ഉണ്ടാവും. ഇപ്പൊ എല്ലാ ആഴ്ചയിലും ക്യാബിനറ്റ് കൂടണം, സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നൊരു സർക്കുലർ വരും. ആ സർക്കുലർ പ്രകാരം അതിന്റെ സംഗതികളൊക്കെ ആ നാട്ടിൽ ദഅവത്ത് നടത്തണം, ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. ഇതിങ്ങനെ ഒരു ടാർഗറ്റ് നമുക്കിങ്ങനെ തന്ന് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ പിന്നെ വേറുള്ള തോന്നിയാസരത്തിന് പോകാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇതെല്ലാരും ഫ്രീ ആണ് വെച്ചാൽ എല്ലാവരും ബിസിയാണ്. ഏതൊരാളോടും കൂടി ചോദിച്ചു നോക്കി, അത് ഭയങ്കര തിരക്കായി പോയി, അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്ന് പറയും. ബഹുമാനപ്പെട്ട കഴിഞ്ഞ ദിവസം മസൂദ് സക്കാഫി വഫാത്തായ സമയത്ത് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ഒരു വോയിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. AP ഉസ്താദ് പറയാണ്, ഞാൻ ഡൽഹിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഞാൻ മസൂദ് സക്കാഫിന്റെ അവിടെ ജനാസ നിസ്കരിക്കാൻ ഞാൻ എത്തൂല. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ശിഷ്യനായിരുന്നു, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. AP ഉസ്താദിന് വയസ്സെത്രയായി? ഇപ്പൊ ഡൽഹിയിലെ കാലാവസ്ഥ തണുപ്പാ. ഈ തണുത്ത കാലാവസ്ഥയിലും ഉസ്താദ് പ്രായം നോക്കാതെ ഉസ്താദ് അവിടെ ഉള്ളത്. എന്തിനു വേണ്ടി? നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കണ്ട് മുസ്ലിം ഉമ്മത്തിന് രക്ഷ കിട്ടണം എന്ന രീതിയിൽ നിയമങ്ങളും അതൊക്കെ സംസാരിക്കാൻ വേണ്ടി പോയതാണ് ഉസ്താദ്. ഇന്ന് ഉസ്താദ് ദുബൈയിൽ ഒരു കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനത്തിലാണ്. AP ഉസ്താദ് എത്ര വയസ്സായി?
ഞമ്മക്ക് ഇവിടുന്ന് കണ്ട് അസ്മാഉൽ വരാൻ ഭയങ്കര ക്ഷീണം. ഒരു തലവേദന അല്ലെങ്കിൽ ഒരു മൂക്കടപ്പ്, ഒരു തുമ്മൽ ഉണ്ടെങ്കിൽ നമ്മളെ പരിപാടി ക്ലോസ്. ഇതാണ് ഞാനും നിങ്ങളൊക്കെ ഏത് സമയത്തും ചിന്തിക്കേണ്ടത്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, അവരൊക്കെ ഈ നാടിന് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ സമൂഹത്തിന് നേടിത്തന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു അത്തരത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഈ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് അടുത്തു വരുമ്പോ നമ്മൾ നമ്മുടെ ശരീരങ്ങളിലുള്ള മുഴുവൻ കറകളെയും തേച്ചുരച്ച് കഴുകേണ്ടതുണ്ട്. അത് സർഫിലിട്ട് നമ്മള് ഇത് തേച്ചു വരുതിയാൽ പോകുന്ന സംഗതിയല്ല. റമളാനിൽ മുന്നൊരുക്കമായിട്ട് തന്നെ. അതുകൊണ്ടാണ് ശഅബാനും റമളാനും നമ്മളിങ്ങനെ ദ്വാരുന്നത്. ആ ദ്വാരക്കാൻ കാരണം എന്താ? നമ്മൾ അപ്പോതിനൊന്ന് നമുക്കിങ്ങനെ പേടി വരും. പരിശുദ്ധ റമളാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാന്റെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയും, ഇതാ നിങ്ങൾക്ക് പരിശുദ്ധ റമളാൻ വരാനിരിക്കുന്നു. ആ പരിശുദ്ധ റമളാൻ നിങ്ങൾക്കൊരു തണലാണ്. 1000 മാസത്തേക്കാൾ പവറുള്ളൊരു രാത്രി ആ മാസത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ റമളാനിന്റെ മുന്നൊരുക്കമായി വലിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ റമളാനിൽ, ആ റമളാൻ ആകുമ്പോഴേക്കും സ്വഹാബത്ത് മുഴുവനും സജ്ജരായിരിക്കും. ആ റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമളാൻ. ആ റമളാനിൽ പരിശുദ്ധ ഖുർആൻ ഖത്മുകൾ തീർത്തുകൊണ്ടായിരിക്കണം. ഒരുപാട് ഖത്മുകൾ തീർക്കുന്ന പരിശുദ്ധ റമളാനായി ഈ റമളാനെ നമ്മൾ മാറ്റിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് തസ്ബീഹ് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന പരിശുദ്ധ റമളാനാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു നോമ്പ്, ആ നോമ്പിന്റെ മഹത്വം ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. എത്രയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അസ്സൗമു ഫഇന്നഹു ലീ വ അനാ അജ്സീ ബിഹി. ആ റമളാൻ എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാനാ നൽകുക. എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അത്രക്കും മഹത്വമുള്ള പരിശുദ്ധ റമളാൻ. അല്ലാഹു ആ റമളാനിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ റമളാൻ നമ്മിലേക്ക് വരുമ്പോ പരിശുദ്ധ റമളാനിൽ നമ്മളെ വീടുകളൊക്കെ, നമ്മളെ വീടും പരിസരവും ആദ്യം ക്ലിയർ ചെയ്തു. ആ പരിശുദ്ധ റമളാനെ വരവേൽക്കാൻ വേണ്ടി നമ്മളും ക്ലിയറായി. നമ്മളെ ക്ലിയർ ആവലെങ്ങനെ? നമ്മൾ ഇത്രയും കാലം മിണ്ടാതെ തെറ്റി നടന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആ ആളുകളോടൊക്കെ ഒന്ന് നന്നാവുക. ആരോടെങ്കിലും നമുക്ക് വിദ്വേഷമോ വൈരാഗ്യമാണെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് നമ്മുടെ ശരീരം ക്ലിയർ. മറ്റ് നമ്മൾ വരതാതെ പെയിന്റ് അടിച്ച മാതിരി ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. ആ 1000 മാസത്തേക്കാൾ പവറുള്ള ആ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് വരുമ്പോ അവ്വല് മുതൽ പരിശുദ്ധ റമളാനിന്റെ 1-ാമത്തെ രാത്രി മുതൽ അവസാനത്തെ രാത്രി വരെ ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻക്ക് ലൈലത്തുൽ ഖദറിന്റെ മഹത്വമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാതെ അവസാനത്തെ 10 ഒറ്റ രാവ് മാത്രം നമ്മൾ ഉറക്കൊഴിച്ച് കാണ്ട് ഇരുന്നിട്ട് അത് അല്ലാഹു തആല സ്വീകരിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു. അതല്ല, ഈ ഒരു സൗഭാഗ്യം എന്തായാലും ഉണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ റമളാൻ നമുക്ക് വരുമ്പോ റമളാനിലെ ഒരൊറ്റ ജമാഅത്ത് നമ്മൾ നഷ്ടപ്പെടുത്തൂല എന്ന് തീരുമാനിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോമ്പുകൾ നഷ്ടപ്പെട്ടവർ ഇനി വീട്ടാൻ സമയം ഇല്ല. ആ പരിശുദ്ധ റമളാനിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നോമ്പ് നഷ്ടപ്പെടുന്ന ഒരു സംഗതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. തറാവീഹ് നഷ്ടപ്പെടാൻ പാടില്ല. കാരണം എന്താ? റമളാനിൽ മാത്രം പ്രത്യേകമായ സുന്നത്താണ് തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് 20 തന്നെ നിസ്കരിക്കണം. ഇനി അതിന് തെളിവുണ്ടോ അല്ലെങ്കിൽ അതിന് ഹദീസുണ്ടോ ആയത്തുണ്ടോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അങ്ങനെയാണ്. ഇത് ആർക്കാണ് ബുദ്ധിമുട്ട്? 8 റക്അത്ത് നിസ്കരിക്കണവർക്കായിരിക്കും ഇത് പ്രശ്നം ഉണ്ടാവും. 20 എന്നാ കുറച്ച് ആണ്ട് കേറി ചിന്തിക്കണവർ 20 ഉള്ള 25 ആക്കാൻ പറ്റുമെന്ന് ചിന്തിക്കും ചിലവർ. ഈ 20 റക്അത്ത് എത്ര സുജൂദ് നമ്മൾ ചെയ്യും? 20 റക്അത്തിൽ 40 സുജൂദ് നമ്മൾ ചെയ്യും, ഇല്ലേ? 40 സുജൂദ് ചെയ്യൂലേ?
20 റക്അത്തിൽ 40 സുജൂദ് നമ്മൾ ചെയ്യും. ഒരു അടിമ ഉടമയിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് അടുക്കേണ്ടത് നമ്മൾ ആ പരിശുദ്ധ റമദാനിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒരാളും നോമ്പ് കാലത്ത് പട്ടിണി കിടക്കേണ്ട, അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ അവന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ആർക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മുടെ അയൽവാസികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, ചില ആളുകളെ നമ്മൾക്ക് പുറത്തേക്ക് നോക്കിയാൽ മനസ്സിലാകൂല, ഉള്ളിൽ ചിലപ്പം ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിഹാരം കാണിച്ചു കൊടുത്ത് ആ പരിശുദ്ധ റമദാനിലെ ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ റമദാനിൽ ഒരുപാട് സുന്നത്തുകൾ ചെയ്ത് അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആനുകൾ ഖത്മുകൾ തീർത്തുകൊണ്ട് തസ്ബീഹ് നിസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ദിക്റുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിന്റെ മുമ്പ് തന്നെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തണലാണ്, നിങ്ങൾ സ്വതക്ക വർദ്ധിപ്പിച്ച്, അങ്ങനെ നമ്മളടുത്ത് വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒരു നല്ലൊരു മാർഗമാണ് സ്വതക്ക ചെയ്യുക. അതാണ് റമദാനിന്റെ മുമ്പായാൽ ചില ആളുകളൊക്കെ ഒരുപാട് വീടുകളിലേക്ക് കിറ്റ് കൊടുക്കും. അത് പേര് കിട്ടാൻ വേണ്ടി കൊടുത്താൽ പേര് കിട്ടും, പാപം പോവില്ല. പേര് കിട്ടാതിരിക്കാൻ വേണ്ടി കൊടുത്താൽ ആ പേര് കിട്ടൂല, പാപങ്ങൾ നമ്മളിൽ നിന്ന് അല്ലാഹു തആല നീക്കിക്കളയുകയും ചെയ്യും. അപ്പോ പരിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുമ്പ് ആ റമദാനെ സ്വീകരിക്കാൻ ഞാനും നിങ്ങളൊക്കെ തയ്യാറാകണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.